കുംഭമാസവും ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളും. 2026 കുംഭമാസം തുടങ്ങുന്നത് ഫെബ്രുവരി പകുതിയോടെയാണ്. സൂര്യൻ കുംഭരാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ചില നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു ചിലർ അല്പം കരുതൽ എടുക്കേണ്ടതുണ്ട്. ഐശ്വര്യത്തിന്റെയും ആത്മീയതയുടെയും മാസമായ കുംഭമാസം പിറന്നിരിക്കുകയാണ്. സൂര്യൻ കുംഭരാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ വേളയിൽ ഓരോ നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ്. എന്നാൽ ഗ്രഹനിലയനുസരിച്ച് ചില നക്ഷത്രക്കാർ ഈ മാസം പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്നും അവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. കുംഭം രാശിയിൽ വരുന്ന ചതയം, പൂരുരുട്ടാതി, അവിട്ടം നക്ഷത്രക്കാർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യമായ മാനസിക സമ്മർദ്ദവും യാത്രകളിൽ തടസ്സവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബുധന്റെ നക്ഷത്രങ്ങളായ ആയില്യം, തൃക്കേട്ട, രേവതി ഈ മാസം ആശയവിനിമയങ്ങളിൽ പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ നക്ഷത്രക്കാർ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം. വീഴ്ചയോ ചെറിയ പരിക്കുകളോ പറ്റാതെ നോക്കണം. കേതുവിന്റെ നക്ഷത്രങ്ങളായ മകം, മൂലം കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. പരിഹാര മാർഗങ്ങൾ. പ്രശ്നങ്ങൾ കണ്ട് ഭയപ്പെടേണ്ടതില്ല. ലളിതമായ ചില പരിഹാരങ്ങളിലൂടെ ഈ ദോഷങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ശിവക്ഷേത്ര ദർശനം. കുംഭമാസത്തിൽ ശിവപ്രീതി വരുത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്രത്തിൽ ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. സൂര്യ നമസ്കാരം. ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യനെ വണങ്ങുന്നതും ആദിത്യ ഹൃദയം ജപിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ശനിയാഴ്ചകളിൽ എള്ളുവിളക്ക്. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശാസ്താ ക്ഷേത്രത്തിൽ എള്ളുവിളക്ക് കത്തിക്കുന്നത്, നീരാഞ്ജനം നടത്തുന്നതും ഉത്തമമാണ്. ദാനം. കഴിയുന്നത്ര സാധുക്കൾക്ക് അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് നെഗറ്റീവ് ഊർജത്തെ അകറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പൊതുവായ സൂചന മാത്രമാണ്. ഓരോരുത്തരുടെയും ജാതകത്തിലെ ദശാസന്ധികൾ അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാം. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പരിഹാരങ്ങൾ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.